അവിശ്വാസം ഒന്നല്ല, അനുഭവങ്ങളിലൂടെ വന്നിട്ടുള്ള പരാജയങ്ങളാണ് പലപ്പോഴും ഈ അവിശ്വാസത്തിൻ്റെ ഒരു കാരണം. ഇതുവരെ ഒരു അടയാളം കണ്ടിട്ടില്ല, അങ്ങനെ വരും ചിലർക്ക് എന്തുകൊണ്ടാണ് അവിശ്വാസം വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഒരടയാളം അവർ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആവശ്യം. പക്ഷെ അതുകൊണ്ട് അതെന്താ ചെയ്യണം? അവർ തുറന്ന് പറയണം, കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെയുള്ള കാഴ്ച, എൻ്റെ യാത്രയിൽ എനിക്ക് ഒരു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഞാൻ പല സ്ഥലങ്ങളിലും ആശ്രയിച്ചിട്ട് അവിടുന്ന് എനിക്ക് വൃത്തിയിട്ടുള്ള ഒരു ആശ്വാസം ലഭിച്ചിട്ടില്ല. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അവിശ്വാസം പരിഹരിക്കണമേ, അത് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതാണ് ഉടമ്പടിയിൽ. എന്താണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? അവിശ്വാസം പരിഹരിക്കണമേ. ഈ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് നമ്മൾ നാക്കുകൊണ്ട് പട്ടിക പറയണ പോലെ പറയണതിന് പകരം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യേണ്ടത്? പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇതിനൊക്കെ എല്ലാം ഒരു ടിപ്പുകൾ തരിക നിങ്ങൾക്ക്. എന്നുവെച്ചാൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, നമ്മുടെ ഉടമ്പടിയിലുള്ള എല്ലാം വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ലേ? അപ്പോൾ അവിശ്വാസം പരിഹരിക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് 101 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ടേക്ക് ദ ബെഡ് യാക്കോബ് 2:13 വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. യാക്കോബ് 2:24 സോറി. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, പറഞ്ഞേ, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. ഇതാണ് പ്രശ്നം. അപ്പൊ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 1001 പ്രാവശ്യം അവിശ്വാസം പരിഹരിക്കണമേ അങ്ങനെ അതിനേക്കാളെല്ലാം 2 ചെമ്പരത്തി പൂ കൊടുത്ത് ചെവി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വട്ടാളെങ്കിലും ധരിച്ചോളും, വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം വിശ്വാസം പരിഹരിക്കപ്പെടുന്നത്, നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തി വഴിയാണ്. അതുകൊണ്ടാണ് യാക്കോബ് 2:24 നമ്മൾ വായിച്ചത്. എന്താണ്? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. പറഞ്ഞ്, വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. മനസ്സിലായില്ലേ? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അപ്പം അവിശ്വാസം പരിഹരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ? സ്വരത്തി പറ. നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അല്ല, നാക്കിൻ്റെ അടുത്തൊരു കാര്യമില്ലെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു വിഷയം, ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്ന അവരുടെ പേരെന്നാ? മിനി ജോസഫ് മണലിത്തറ എവിടെ സ്ഥലം? ചന്ദ്രല, തൃശ്ശൂർ. അപ്പം മിനി ജോസഫിൻ്റെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പം മിനി ജോസഫ് ഇവിടെ വരുമ്പോൾ, മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ 4 രോഗങ്ങളാണ് ക്യാപിറ്റൽ ഡിസീസ്. എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, 1 പാർക്കിൻസൺസ്, കൈയും കാലും വിറച്ചോണ്ടേയിരിക്കും. പിന്നെ എന്താണ്? സ്പോണ്ടിലോസിസ്, പിൻകഴുത്തിൻ്റെ കുഴവെട്ടി രോഗങ്ങളുണ്ടായിരിക്കും. പിന്നെ അവർക്കുണ്ടായത് ഒരു അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. അപ്പോൾ എത്രയായി? പിന്നെ 4ാമത്തെ രോഗം എന്താണ്? ഒരു സ്ട്രോക്ക് വന്ന ആൾ. അറ്റാക്കല്ല, ഒരു സ്ട്രോക്ക് വന്ന ആളാണ്. 4ാമത്തത് ഇവർക്ക് ഇയർ ബാലൻസ് പോയ ആളാണ്. സംസാരിക്കുമ്പോൾ ടക്ക്
അപ്പോൾ എന്തൊരു ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ 4 ഡിസീസിന് ജീവിക്കാൻ പറ്റത്തില്ല. ഇതിൽ 4 ഒരെണ്ണം വന്നാൽ ജീവിക്കാൻ പാടാണ്. ഈ 4 ഡിസീസ് ഉള്ള ആളാണ് കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷിയാണ്. അപ്പീരുണ്ട് 15,000 കണ്ടിട്ടുള്ള ആൾക്കാർ. അതെന്നാ കാര്യം അറിയത്തില്ല. ഗംഭീര ലോകോത്തര സാക്ഷ്യങ്ങളാണ് മാതാവ് ചെയ്യണത്. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാത്തത് കൊണ്ടാണ് ആൾക്കാർ കാണാത്തത്. അതിൻ്റെ കുറ്റം നിങ്ങളുടെ കയ്യിൽ വരും അവസാനം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാമറാമാനെ എടുത്ത് ഇത് ഒപ്പിയെടുത്ത് എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യണമെങ്കിൽ എഡിറ്റിംഗ് സ്യൂട്ട് വേണം. അതിന് 8 ലക്ഷമോ 9 ലക്ഷം രൂപയാണ് എഡിറ്റിംഗ് സ്യൂട്ടിൻ്റെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ദൈവവചനം തരുമ്പോൾ നിങ്ങൾക്ക് ചുമ്മാ കൈ കൊണ്ടൊന്ന് തൊട്ടാൽ മതി, അപ്പം ഷെയറാകും. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങളുടെ അവിശ്വാസം പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും വഴി എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഒരു ബട്ടൺ കുത്തുവെച്ച് കൊടുത്താൽ മതി. ആ സാധനം എല്ലാവർക്കും കിട്ടും. എന്നിട്ട് ആ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിശ്വാസം പരിഹരിക്കും. നിങ്ങളെന്താണ്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. പ്രാർത്ഥിക്കുക, കർത്താവേ അവിശ്വാസം പരിഹരിക്കാൻ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ കാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴേ ഈ വിശ്വാസമായാലും സ്നേഹമായാലും ഈ രണ്ടുമാണ് ശരിക്കും വർക്ക് ചെയ്യണത്. നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യേണ്ട 2 ഇന്ധനങ്ങളെന്ന് പറയണത്, ഈ 2 ചിറകെന്ന് പറയണത്, ഒന്ന് വിശ്വാസവും ഒന്ന് സ്നേഹവുമാണ്. 2 ചിറകിലാണ് ഉടമ്പടി പോണത്. പക്ഷേ ഈ വിശ്വാസവും സ്നേഹവും ഒരു കുഴപ്പമുണ്ടാവും അതിൻ്റെ അകത്ത്. എന്താ കാര്യം? അത് ചില സമയത്ത് പൂർണ്ണമാകത്തില്ല. വിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടാകും. അതിൻ്റെ അകത്ത് അവിശ്വാസത്തിൻ്റെ കണ്ടൻറ്റുകളുണ്ടാവും. അപ്പോൾ ഓരോരോ അസൈൻമെൻറ്റുകൾ, ഓരോ ഗൃഹപാഠങ്ങൾ നമ്മൾക്ക് തന്നിട്ട് നമ്മളതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത് എന്ന് നോക്കും. ഇപ്പോൾ മിനി ജോസഫ് അവരെന്നാ റെസ്പോണ്ട് ചെയ്യും? മിനി ജോസഫിന് അസൈൻമെൻറ്റ് 4 ഗൃഹപാഠങ്ങൾ: പാർക്കിൻസൺസ്, സ്പൊണ്ടിലോസിസ്, സ്ട്രോക്ക്, പിന്നെ എന്താണ് ഇയർ ബാലൻസ്. 4 അസൈൻമെൻറ്റാണ് കൊടുത്തേക്കണത്. ഈ 4 അസൈൻമെൻറ്റ് വെച്ചോണ്ട് 4 കാര്യങ്ങൾ വെച്ചോണ്ടാണ് 3 കുഞ്ഞുങ്ങളെ വളർത്തണം. 3 കുഞ്ഞുങ്ങളെ അവർ വളർത്തുന്നുണ്ട്. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഭർത്താവിന് ജോലിയുണ്ട്, ഇവർക്കും ജോലിയുണ്ട്. ജോലി എന്താണ്? നമ്മുടെ സാധാരണ വീടുകളിൽ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തൊഴിലാണ്. നമുക്ക് ഉദ്യോഗസ്ഥരൊന്നുമല്ല അവർ. സാധാരണ അന്നന്ന് വിലയെടുത്താൽ അന്നന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള ജോലിയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴവർക്ക് രോഗം കൂടിയപ്പോൾ അവർക്ക് പണിക്ക് പോകാൻ പറ്റണില്ല. അപ്പം ഈ 3 കുഞ്ഞുങ്ങളെയും വെച്ച് 4 രോഗവും വെച്ചുകൊണ്ട് ആണ് അവർ ജീവിതത്തെ അഭിമുഖീകരിക്കണത്. അപ്പോൾ അവർ അമ്മയടുത്ത് വന്ന് അപ്പോഴേ ഇവർക്ക് അവർക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നൊരു അവസ്ഥയിലാണ് അവിടെ വന്നത്. അപ്പോഴേ വീട്ടിൽ നിന്നുള്ളവർ ചോദിക്കും, അമ്മ ഉടമ്പെടുക്കാൻ വന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാകുമോ? നമ്മൾക്ക് പ്രാർത്ഥിച്ചിട്ട് പോകണ്ടേ? എനിക്ക് മേലടി, ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർ പോയി ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിന് ഇവരുടെ വിശ്വാസത്തിലൊരു വിശ്വാസമുണ്ട്. അതാണ് വിഷയം. അത് നിങ്ങൾ കേൾക്കണം. ആ സാക്ഷ്യം അവർ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പം മുതിർന്ന പെൺകുട്ടി ഉൾപ്പെടെ 2 കുഞ്ഞുങ്ങൾ കൂടിയുണ്ട്. പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ വന്നിട്ട് മേലെ ഇരിക്കാൻ പോലും പറ്റാത്തില്ല. വേദനയും കഷ്ടപ്പാടും ഒക്കെ ആയിട്ടാണ്. എങ്ങനെയെങ്കിലും ഒരു കട്ടിൽ കണ്ടാൽ കിടക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ. അപ്പോൾ കൊച്ചു തന്നെ പറയും, നമ്മൾ ഉടമ്പടിക്കാനില്ല വന്നതമ്മ. അപ്പം പറയും, എടി എനിക്ക് പറ്റണില്ല എന്ന് പറയും. പക്ഷേ അത് അല്ല നമ്മളെങ്ങനെ പോകും?
എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഉടമ്പെടുക്കുക. പക്ഷേ ഇവരുടെ അവസ്ഥ ഇതാണെങ്കിലും ഇവരെ ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണ്. അതാണ് പ്രശ്നം. അവസ്ഥ അല്ല പ്രശ്നം ഒരാളിൻ്റെ. നിങ്ങളുടെ അവസ്ഥ അല്ലയ്ക്ക് വിലയൊന്നുമില്ല. നിങ്ങളെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. അത്രയും സ്നേഹം നിങ്ങൾക്കുണ്ടോ? അത്രയും വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അതാണ് ധ്യാനത്തിൽ ചോദിക്കുന്ന ചോദ്യം. ഇവിടെ അവസ്ഥ കണ്ടല്ലേ, ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പം നിങ്ങളെക്കാളും മോശമല്ലേ ഇവരുടെയൊക്കെ അവസ്ഥ? അപ്പോഴേ ഈ അവസ്ഥയിൽ പക്ഷെ ദൈവത്തിന് ഇവരിൽ വിശ്വാസമുണ്ട്, ദൈവത്തിന് ഇവരുടെ സ്നേഹത്തിനും വിശ്വാസമുണ്ട്. അത് കാരണം നിയോഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഭാഷയൊന്നും അവർക്ക് മനസ്സിലാണില്ല. അപ്പോൾ നിയോഗം എഴുതാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു എന്താണ് നിയോഗം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തിൽ ശരീരവേദന, ഇരിക്കാനും പാല നിൽക്കാനും പറ്റാത്ത അവസ്ഥയിൽ നിയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്താണ് നിയോഗം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പ്രാർത്ഥന ആവശ്യമാണ്. ഉടനെ ഇവർ പ്രാർത്ഥന ആവശ്യം പറയും. എൻ്റെ രോഗം പാർക്കിൻസൺസ്, അത് എഴുതാൻ പറ്റത്തില്ല, കുത്തിവരക്കാനേ പറ്റത്തുള്ളൂ, കാര്യം കൈവറക്കുകയില്ലേ. പിന്നെ അവരുടെ സ്പോണ്ടിലോസിസ്. അപ്പം ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഇവരുടെ ചെവിയിലൊരു രഹസ്യം പറയും. ഭവനം, ഭവനമെന്ന് എഴുത്, ഭവനമെന്ന് എഴുത്, ഭവനം. അപ്പോൾ ഇവിടെ പറയും എൻ്റെ ഈശോയെ ഭവനത്തിന് ഞങ്ങളുടെ വീട്ടിൽ വെക്കാൻ ആരുമില്ല, നീ കാശ് തന്നാൽ പോലും വെക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാനത് എഴുതത്തില്ലെന്ന്. കാര്യം വെച്ചാൽ ഭർത്താവ് ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയാൻ. ഇവൾക്ക് കിടപ്പായി പോയില്ലേ, ഇവള് ഉള്ളതും ഇല്ലാത്ത ഒരു ഇരിക്കണം. അപ്പം നമുക്ക് പൈസ ഇപ്പം ലൈഫ് മിഷനിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാലും ബാക്കി കാശ് കണ്ടുപിടിച്ചാലും അത് നിന്ന് ചെയ്യിക്കാനുള്ള പരുവം വീട്ടിലില്ല. വീടാണെങ്കിൽ പൊട്ടിപ്പൊളന്നിരിക്കുക. ആ പാവപ്പെട്ടവളുടെ രോഗത്തിൻ്റെ ആധിക്യം കാരണം ഭവനത്തിൻ്റെ കാര്യം വെക്കാൻ മറന്നുപോയി. അപ്പം കർത്താവ് ഓർപ്പിച്ച് കൊടുക്കുകയാണ്. ഇതാണ് ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നാട്ടിലുണ്ട്, ഓർത്തേക്കണം. നമ്മുടെ കാര്യം നമ്മൾ മറന്നാലും നമ്മളെ മറക്കാത്ത ദൈവം കൈയിടിച്ച് കസു കിടലേ.